ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇനി ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട നാലാമത്തെ കാര്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം, അറിയണം. എന്താണെന്നറിയുമോ? കേട്ടോളിൻ. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന, അതായത് ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ നാലാമത്തെ കാര്യം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വൽ മർകബുൽ ഹനീഅ, ഒരു ശാന്തമായ വാഹനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട നാലാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വൽ മർകബുൽ ഹനീഅ, അതായത് ശാന്തമായ ഒരു വാഹനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വലിയ ആഡംബരമായ രീതിയിൽ ലഭിക്കണമെന്ന് ആരും നിങ്ങൾ വിചാരിക്കരുത്. നിന്റെ ആവശ്യത്തിന് സൗകര്യമായ രീതിയിൽ, ഇസ്റാഫില്ലാത്ത, അതായത് വലിയ ആഡംബരമില്ലാത്ത, നിന്റെ ജീവിതത്തിന് ആവശ്യമായ രീതിയിലുള്ള ഒരു വാഹനം ലഭിക്കലാണ് ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട നാലാമത്തെ കാര്യം. വാഹനം ലഭിക്കലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വാഹനം എന്നതിന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഹനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേൾക്കണോ? ഇതാ കേട്ടോളിൻ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഹനത്തെ കുറിച്ച് പറയുന്നുണ്ട്. കേട്ടോളിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ. അല്ലാഹ്